Hi everyone, I'm a 12th grade CPC student. സോ ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയാനാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നു, ഇങ്ങനൊരു വീഡിയോ ഇടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷേ എനിക്കെന്തോ ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നി, അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി ഞാനൊരു 12th grade CPC സ്റ്റുഡൻ്റാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ അറിയാവുന്ന പോലെ ഞങ്ങളുടെ ബോർഡ് എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ഡേ ആണ് ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് 17th ഫെബ്രുവരിയിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ബോർഡ് എക്സാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. ആൻഡ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കെമിസ്ട്രിയുടെ ബോർഡ് എക്സാമിൻ്റെ റിവ്യൂ പറയാനാണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് കിട്ടിയത് സെറ്റ് 3 ആയിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ഫസ്റ്റ് തന്നെ നമുക്ക് MCQ ആണ്, വിച്ച് ഇസ് 60 മാർക്ക്. അതിനുശേഷം 60 മാർക്ക് ഫുൾ MCQ ആണ് ഇവിടെ വരെ. അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് സെക്ഷൻ B 2 മാർക്ക്. അതിനുശേഷം സെക്ഷൻ 3 3 മാർക്ക്. പിന്നെ 4 മാർക്കിൻ്റെ KCD ഉണ്ട്. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. 2 ലാംഗ്വേജ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ MCQ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര എന്താ പറയുക ടോപ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ടോപ്പറും അല്ല ബാക്ക് ബെഞ്ചറും അല്ല, ഇടയിൽ വരുന്ന ഒരാളാണ്. സോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത്. സോ MCQനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ MCQ സത്യം പറഞ്ഞാൽ അത്ര കുഴപ്പമില്ലാത്ത MCQ ആയിരുന്നു. മര്യാദയ്ക്ക് പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയുക അത്യാവശ്യം കൺസെപ്റ്റ്സ് ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് സിമ്പിളായിരുന്നു MCQ. 14 മാർക്ക് സുഖമായിട്ട് കിട്ടും. ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ സ്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഫിസിക്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിരുന്നു. ആൻഡ് എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ MCQ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ചെയ്തത്. സോ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. എനിക്ക് ലൈക്ക് നമുക്ക് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കുറച്ച് പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ മനസ്സിലാവാം. എനിക്ക് അതിനുള്ളൊരു ടൈം ഗ്യാപ്പ് ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര എനിക്ക് പറ്റിയൊരു ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റഷിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് MCQ ഒക്കെ ഭയങ്കര എന്താ പറയുക സിമ്പിളായിരുന്നു. അതായത് അത്യാവശ്യം കൺസെപ്റ്റും ഇതൊക്കെ അറിയാവുന്ന ഒരാൾക്ക് സുഖമായിട്ട് 16 മാർക്ക് കിട്ടുന്ന കൈൻഡ് ഓഫ് MCQ ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ MCQ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ചെയ്തത്. ഞങ്ങളുടെ മിസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MCQ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി, സെക്ഷൻ ഫസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്തത് സെക്ഷൻ B തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു. MCQ ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പറ്റിയൊരു ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഭയങ്കര റഷായിരുന്നു ചെയ്തത്. ക്വസ്റ്റ്യൻ പോലും മര്യാദയ്ക്ക് വായിച്ചത്, കാരണം എനിക്ക് സമയമില്ലായിരുന്നു. എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒട്ടും അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. ഭയങ്കര റഷായിരുന്നു ചെയ്തത്. എൻ്റെ കുറേ MCQ പോയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ എളുപ്പമുള്ള MCQs ആയിരുന്നു, പക്ഷേ എനിക്ക് കുറേ പോയിട്ടുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഭയങ്കര സങ്കടമുണ്ട്, അതിൽ നല്ല സങ്കടമുണ്ട്. പിന്നെ സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് വന്നിട്ട് എന്താ പറയുക കൺസെപ്റ്റ്, അതായത് നമുക്ക് ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ബാക്കി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ സെക്ഷൻ C എന്ന് പറയുന്നത് എന്താ പറയുക ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഇടയ്ക്ക് ഓർഗാനിക് വന്നിട്ടുണ്ട്. ഓർഗാനിക് പക്ഷെ എന്നാലും അവർ കുറച്ചും കൂടെ പാടായിട്ടുള്ള ലെവലിൽ വേണം ചോദിക്കായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചോദിച്ചില്ല. വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ ഭയങ്കര എളുപ്പമില്ല, ഒരു മിഡിലിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു. എനിക്ക് കിട്ടിയത് സെറ്റ് 3 ആയിരുന്നു. ആൻഡ് ഓരോ പേജ് കഴിയുമ്പോഴും ലെവൽ കൂടി വരുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓർഗാനിക് എനിക്ക് ബേസിക്കലി കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴും ഓർഗാനിക് കുറച്ചൊരു ഇതായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചിലതൊന്നും കിട്ടിയില്ല, ചിലതൊക്കെ എനിക്ക് തോന്നുന്ന രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് പറ്റിയൊരു പിന്നെ വരുന്നത് സെക്ഷൻ D ആണ്. സെക്ഷൻ Dയിൽ നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു, എളുപ്പമുള്ള 2 കേസ് സ്റ്റഡി ആയിരുന്നു. ഒന്ന് ഓർഗാനിക്കിൽ നിന്നും രണ്ടും ഓർഗാനിക് തന്നെ, മീൻസ് എന്താ പറയുക പാർട്ട് 2 ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് ബയോമോളിക്യൂൾസിൽ നിന്നും ഒന്ന് നമ്മുടെ ആൽഡിഹൈഡ് ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് എനിക്ക് പറ്റിയൊരു ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും മറക്കത്തില്ലാത്തതും ആയിട്ടുള്ളൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഞാനത് ഈ എൻറ്റയർ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് ഞാനത് വിട്ടു. 30ാമത്തെ ക്വസ്റ്റ്യൻ ലിറ്ററലി ഞാൻ സ്കിപ്പ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ 4 മാർക്ക് പോയി.
ആൻഡ് ആ ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് എന്താ പറയുക, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന, അതായത് എന്താ പറയുക, ബേസിക് ഒരു ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ലൈക്ക് ഞാനത് അറിഞ്ഞത് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത സമയത്താണ് ഞാനത് അറിഞ്ഞത്. ആൻഡ് കൃത്യം ഞാനത് അറിഞ്ഞപ്പോൾ ബെല്ല് പിടിച്ചു. വേണേ എനിക്ക് എഴുതായിരുന്നു, ലൈക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ അതറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഫ്രീസ് ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരെണ്ണം പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങ് ഫ്രീസ് ആയിപ്പോയി. ലൈക്ക് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്സിൽ വീക്കാണ്. അപ്പം ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കെമിസ്ട്രിയിലെ പ്രോബ്ലം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കെമിസ്ട്രിയുടെ പ്രോബ്ലം ചെയ്തപ്പം എനിക്ക് അത്യാവശ്യം സമയം എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര റഷ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് എനിക്ക് കളയാൻ സമയമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തു പോയിരുന്നു. അതുകൊണ്ടാണ് MCQ എൻ്റെ കുറേ പോയത്. അപ്പം ഈ സെക്ഷൻ, ലൈക്ക് ഇവിടെ നമുക്ക് സെക്ഷൻ എയിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈക്ക് ഇത് ഓർ ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടുത്തെ ഈ ഒരു പാറ്റേൺ ആയിരുന്നു ഇവിടെ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെയായിരുന്നു രജിസ്റ്റർ ആയത്. ഞാൻ ഈ ഓർ ക്വസ്റ്റ്യൻ ഇത് കണ്ടിട്ട് ഞാൻ ഇത് എഴുതി വെച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യനാണ്. എനിക്ക് ആ ബോധം ആ സമയത്ത് പോയില്ല. എനിക്ക് ആ സമയത്ത് എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതും നമുക്ക് അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓക്കെ ഫൈൻ പോട്ടേന്ന് വെക്കാം. ഇത് അറിയാവുന്നതായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതും 4 മാർക്കിൻ്റെ ആണ് വെറുതെ പോയത്, അറ്റൻഡ് പോലും ചെയ്യാതെ പോയത്. സെക്ഷൻ എയിലെ ഫസ്റ്റത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ 32ാമത്തെ ECRO സെല്ലൊക്കെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യനൊക്കെ എളുപ്പമായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കിയൊക്കെ വലിയ സെറ്റായിരുന്നു. അതായത് എന്താ പറയുക, എൻ്റെ MCQ കുറേ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ഓർഗാനിക് പോയിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യനെയും ഞാൻ വിട്ടിട്ടുണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ പ്രീവിയസ് ഇയറൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നല്ലപോലെ കൺസെപ്റ്റൊക്കെ അറിയാവുന്ന ഒരാൾക്ക് സുഖമായിട്ട് 99, 100 ഒക്കെ കിട്ടുന്ന ഒരു എക്സാമാണിത് ആയിട്ടാണ് എനിക്ക് ക്വസ്റ്റ്യൻ ബേസ് നോക്കുമ്പോൾ തോന്നുന്നത്. അത്ര ഒരു ഡിഫിക്കൽട്ടി ലെവലില്ലായിരുന്നു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും പഠിക്കുന്ന ഒരാൾക്ക് നല്ല എളുപ്പമായിട്ട് വരേണ്ട ഒരു എക്സാമാണ്. ഫിസിക്സ് പോലെയല്ല. ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു. ഇത് അത്രയും വരത്തില്ല. എന്നാൽ ഭയങ്കര എളുപ്പമായിരുന്നല്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ആ ഒരു ലെവലായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് എൻ്റെ കെമിസ്ട്രി എക്സാമിനെ പറ്റി പറയാൻ.